പേരാമ്പ്രയിലെ മർദ്ദനത്തിൽ പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഷാഫി പറമ്പിൽ എം.പി. പരാതി നൽകി. ലോക്സഭാ സ്പീക്കർക്കും പ്രിവിലേജ് കമ്മിറ്റിക്കുമാണ് പരാതി നൽകിയത്. വടകര ഡിവൈഎസ്പി ഹരിപ്രസാദ്, പേരാമ്പ്ര ഡിവൈഎസ്പി എൻ സുനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് തന്നെ ആക്രമിച്ചു. മർദ്ദനം റൂറൽ എസ്.പി പരസ്യമായി സമ്മതിച്ച സാഹചര്യത്തിൽ പോലീസുകാർക്കെതിരെ അടിയന്തര നടപടിയെടുക്കണമെന്നാണ് ആവശ്യം. ദൃശ്യ പുതിയയിടത്ത് ചേരുന്നു. ദൃശ്യ, എന്തൊക്കെയാണ് പരാതി? ധന്യ, നിലവിൽ പ്രിവിലേജ് കമ്മിറ്റിക്കും ലോക്സഭാ സ്പീക്കർക്കുമാണ് പരാതി നൽകിയിരിക്കുന്നത്. രണ്ട് ഡിവൈഎസ്പിമാരുടെ പേര് പറഞ്ഞുകൊണ്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. അതായത് വടകര ഡിവൈഎസ്പി ഹരിപ്രസാദ് കൂടാതെ പേരാമ്പ്ര ഡിവൈഎസ്പി എൻ സുനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് തന്നെ ആക്രമിച്ചു എന്നാണ് പരാതിയിലുള്ളത്. ഇത് റൂറൽ എസ്.പി തന്നെ ഇന്നലെ കഴിഞ്ഞ ദിവസം പോലീസിന് തെറ്റ് പറ്റിയതായി സമ്മതിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ പോലീസുകാർക്കെതിരെ, ഈ തന്നെ ആക്രമിച്ച പോലീസുകാർക്കെതിരെ കൃത്യമായി അടിയന്തര നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഷാഫി പറമ്പിൽ എം.പി. പരാതി നൽകിയിരിക്കുന്നത്. ലോക്സഭാ സ്പീക്കർക്കും പ്രിവിലേജ് കമ്മിറ്റിക്കുമാണ് പരാതി നൽകിയിരിക്കുന്നത്. ഒരു പാർലമെന്റ് അംഗം എന്ന നിലയിൽ തന്റെ ഉത്തരവാദിത്തം നിറവേറ്റാൻ അനുവദിക്കാതെ ഇത്രയും ആളുകളുടെ കൂട്ടത്തിൽ പരസ്യമായി മർദ്ദിച്ചതിൽ ഗൂഢാലോചനയുണ്ടെന്നും ഇത്രയും ജനപ്രതിനിധികളെ സംരക്ഷിക്കേണ്ട, ജനങ്ങളെ സംരക്ഷിക്കേണ്ട പോലീസ് തന്നെ ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുമ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രിവിലേജ് കമ്മിറ്റിയുടെ വിശദമായ അന്വേഷണം ഉണ്ടാകണമെന്നും ഈ പോലീസുകാർക്കെതിരെ കൃത്യമായ നടപടി ഉണ്ടാകണമെന്നുമാണ് ഈ പരാതിയിൽ ഷാഫി പറമ്പിൽ എം.പി. ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ രണ്ട് ഡിവൈഎസ്പിമാരുടെ പേര് കൃത്യമായി പറഞ്ഞുകൊണ്ടായിരുന്നു, ഇവരുടെ നേതൃത്വത്തിലായിരുന്നു അവിടെ ഈ പ്രതിഷേധങ്ങളെ തകർക്കാനായി ഈ പോലീസുകാരുണ്ടായിരുന്നത്. ഇവരുടെ നേതൃത്വത്തിലുള്ള പോലീസാണ് തന്നെ ആക്രമിച്ചതെന്ന് കൃത്യമായി പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ ഈ പരാതിയിൽ ലോക്സഭാ സ്പീക്കർക്കും പ്രിവിലേജ് കമ്മിറ്റിക്കും നൽകിയ പരാതിയിൽ കൃത്യമായി പേര് പറഞ്ഞുകൊണ്ട് തന്നെ ഷാഫി പറമ്പിൽ എം.പി. ആവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം റൂറൽ എസ്.പി പോലീസുകാർക്ക് തെറ്റുപറ്റിയതായി പറഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി അടിയന്തര നടപടി ആവശ്യപ്പെട്ടുകൊണ്ടുകൂടിയാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. വിശദമായ അന്വേഷണം നടത്തണം എന്നുള്ള ആവശ്യം കൂടി എം.പി. ആവർത്തിക്കുന്നുണ്ട്. ധന്യ.